ഇൻഡോറിലൊക്കെ നമ്മളൊരു വൈറ്റ് പോട്ടിലൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് ഒരു ജനലിന്റെ സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലുക്കായിരിക്കും കാണാനായിട്ട്. അപ്പൊ ഈ ഒരു നമ്മുടെ ഒരു 100ഓളം വെറൈറ്റികൾ ഇതിന്റെ അവൈലബിൾ ആണ്. 100ഓളം വെറൈറ്റികൾ പല സ്ഥലത്തായിട്ട് ഇരിപ്പുണ്ട്. നമ്മുടെ വീടിന് ചുറ്റും ഈ അഗ്ലോണിമകൾ കൊണ്ട് നിറച്ചേക്കാണ് നമ്മൾ. ഇതൊക്കെ നമ്മുടെ അഗ്ലോണിമകൾ തന്നെയാണ് കേട്ടോ. അഗ്ലോണിമയുടെ ഓരോരോ വെറൈറ്റി ആണ്. ഇതാണ് സൂപ്പർ റെഡ്, കണ്ടില്ലേ? ഇതിന്റെ ഭംഗി ഇത് ഇരിക്കുന്ന സ്റ്റാൻഡിന്റെ അട്രാക്റ്റീവ് ആക്കിയേക്കുന്ന മുഴുവൻ ഈ റെഡ് വെറൈറ്റി ആണ്. റെഡിന്റെ തന്നെ പല പല വെറൈറ്റികളാണ് കേട്ടോ. ഇതിപ്പോ ഒരു വെറൈറ്റി തന്നെയല്ല, സൂപ്പർ റെഡിന്റെ ബുഷി പോട്ടാണ്. നമ്മുടെ 100 വെറൈറ്റിയിലുള്ള ബാക്കി എണ്ണിക്കോട്ടോ. ഈ വെറൈറ്റികളൊക്കെയാണ് അത്. അപ്പൊ ഇത് ഇതാണ്ട്, ഇതിനകത്ത് ഈ ഒരു പുതിയ വെറൈറ്റി ആണ് കേട്ടോ. ഇത് നമ്മുടെ സൂപ്പർ വൈറ്റ് ആണെന്ന് കാണുമ്പോൾ തോന്നുമെങ്കിലും ഇത് സൂപ്പർ വൈറ്റ് അല്ല, സിൽവർ കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ്. അതെ അതെ, അധികം ഇറങ്ങി തുടങ്ങിയിട്ടില്ല, കുറച്ച് റെയർ ആയിട്ടുള്ള വെറൈറ്റി ആണ്. ഇതുകൊണ്ട് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. ഇതൊക്കെ ഒരുപാട് നമുക്ക് ഉണ്ട്. ഇതുണ്ട്, ഇതൊക്കെ കണ്ട് ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ഭംഗി ശരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് കണ്ട് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇതൊക്കെ. അങ്ങനെ ഒരുപാട്. ഇത് 10 കാറ്റ് നമ്മളവിടെ ബുഷി പോട്ട് കണ്ടിരുന്നില്ലേ? അപ്പൊ അതിന്റെ സിംഗിൾ പ്ലാന്റ് ആണ് കണ്ടോ. ഇതിന്റെ ലീവിന്റെ ഭംഗിയാണ്. ഈ സെന്ററിലൂടെ ഒരു റെഡ് ഇത് വന്ന ഒരു ലൈറ്റ് ഗ്രീൻ, പിന്നെ ഒരു കോർണറിൽ ഇത് വരുമ്പോ ഒരു ഡാർക്ക് ഗ്രീൻ. ഇല്ല ഇല്ല, അതാ സത്യമാണ്. ഏത് ഉറക്കത്തിൽ എന്നോട് ഇതിനെ കുറിച്ച് ചോദിച്ചാലും ഉത്തരവുണ്ട്. അത്രയും നമ്മൾ ഇതിനെ കുറിച്ച് ഇതാക്കി വെച്ചേക്കാണ്. ഇതുണ്ടോ, ഭയങ്കര ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് ഇത്. ഇതിന്റെ ലീഫിന്റെ ഈ കളറാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇപ്പൊ അഗ്ലോണിമ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നും ഇല്ല അല്ലെ, പലർക്കും പല ടേസ്റ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ സാൻസേവേരിയ വെറൈറ്റികളാണ്. ഈ ഒരു വെറൈറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്, നാസ കൂടി അംഗീകരിച്ചിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. നമുക്ക് ഇൻഡോറിലൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ലോ മെയിൻ്റെനൻസേ വേണ്ട, നട്ട് കഴിഞ്ഞാൽ അതിന്റെ വഴിക്ക് വിട്ടേക്കുക. ഇത് ഇൻഡോർ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിനധികം വാട്ടറിങ് ഒന്നും പാടില്ലാത്തൊരു പ്ലാന്റ് ആണ്. അപ്പൊ ഇതിനകത്തുനിന്ന് ഓക്സിജൻ ഒക്കെ പുറപ്പെടുവിക്കുന്ന ഒരു ശ്വാസമുട്ടൽ പോലെയുള്ള അവർക്കൊക്കെ നല്ലതാണെന്നാണ് ഇത് പറയുന്നത് പൊതുവെ. അപ്പൊ നമ്മുടെ ബെഡ്റൂമിലൊക്കെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ സെറ്റ് ചെയ്യാം. ഇതൊക്കെ ഒരു വൈറ്റ് പോട്ടിലൊക്കെ ഇങ്ങനെ ക്യൂട്ടായിട്ടൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര അട്രാക്ഷൻ ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ഇതൊക്കെ പല പല വെറൈറ്റികളാണ്. ഇത് കണ്ടോ, ഇതിനകത്ത് ഡാർക്ക് ഗ്രീനകത്ത് യെല്ലോ ഇതാണ് വരുന്നത്. പക്ഷെ ഇതിനകത്ത് കണ്ടോ ലൈറ്റ് ഗ്രീൻ ആണ്, യെല്ലോ കുറച്ച് ബോർഡായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് വെറൈറ്റികൾ ഇതിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ നമുക്ക് ഏകദേശം ഒരു 10-12 വെറൈറ്റികൾ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ സാൻസേവേരിയയുടെ ഓരോരോ വെറൈറ്റികളാണ്. ഇത് അതുപോലെ തന്നെ ഒരു നാനാ വെരിഗേറ്റഡ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. ഇതുകൊണ്ട് ഫിഷ് ബോൺ പോലെയാണ് സംഭവം ഇരിക്കുന്നത്. നമ്മുടെ മീൻമുള്ളു പോലെ വെരിഗേഷൻ വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതൊക്കെ നല്ല ഭംഗിയാണ്. ഇതുപോലെ ബുഷി പോട്ടായിട്ടാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. നമ്മൾ വാട്ടറിങ് മാത്രം ഇത് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു റെഡ് അഗ്ലോണിമ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളതും ഈ റെഡ് വെറൈറ്റിക്ക് തന്നെയാണ്. ഇതിന്റെ ലീവിന്റെ ഭംഗിയും ഒരു കളർ അട്രാക്ഷനും ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഇതായിട്ട് വരുന്നത് കേട്ടോ. ഇതിന്റെ ഒരുപാട് വെറൈറ്റികൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. ഇതിന്റെ റൂട്ടുകളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നിറഞ്ഞ് റൂട്ടൊക്കെ ഉള്ള, ലീഫുകൾക്കൊന്നും ഒരു ഡാമേജും ഇല്ലാതെ. കണ്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല ഈ ഒരു പ്ലാന്റിന്റെ ഹെൽത്തി എത്ര ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണെന്ന്. അപ്പൊ അത്രയും നമ്മളാ ഇതിന് നമ്മൾ കൊടുക്കുന്നത് 19 ആണ്. മന്ത്ലി 2 ആണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഈ പ്ലാന്റിന് ഇത്ര ഒരു ഡിമാൻഡ് വരാൻ മെയിൻ കാരണം ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയതുകൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിന് അധികം കെയറിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട, വാട്ടറിങ് വേണ്ട. നമുക്ക് ആർക്കും എവിടെയും വളർത്താൻ പറ്റും. ഇതിന് മെയിനായിട്ടും ഒരു ഇതെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിൽ വേണം. നമ്മൾ വെയിൽ പറ്റില്ല, നേരിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലീഫൊക്കെ ബേണായി പോകും. ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്ന വെറൈറ്റികളാണ്. നമ്മുടെ നോർമൽ പ്ലാന്റുകളല്ലല്ലോ ഇതൊന്നും. അപ്പൊ അതിനൊക്കെ അതിൻ്റെതായ റേറ്റും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇത്രയും വലിയ റേറ്റ് കൊടുത്ത് മേടിക്കാൻ പറ്റില്ല എന്നുള്ള സാധാരണക്കാർക്കും മേടിച്ച് വളർത്തിയെടുക്കാം. ചില ആളുകൾക്ക് കുഞ്ഞു പ്ലാന്റ് ഒക്കെ മേടിച്ച് വളർത്തിയെടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ മക്കൾ വളർന്നു തന്നെ ഒരു ഫീലിംഗ് ആണ് ശരിക്കും നമ്മൾ ആ പ്ലാന്റുകൾക്ക് നൽകുന്നത്. അപ്പൊ അതുപോലെയുള്ളവർക്ക് മേടിച്ച് വളർത്താൻ പറ്റുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കാൻ പറ്റുന്ന പ്ലാന്റുകളൊക്കെ നമ്മുടെ കയ്യിലും ഉണ്ട്. നമ്മുടെ ആന്തൂറിയം കിങ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നമ്മളെ ഫ്രണ്ടിൽ വലിയ ലീഫിന്റെ പ്ലാന്റ് കണ്ടില്ലേ, അതുപോലെ തന്നെ നല്ല വലിപ്പം വെച്ച് വരുന്ന പ്ലാന്റ് ആണ്. നമ്മുടെ കയ്യിൽ ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ്. മീഡിയം ആണെങ്കിലും അത്യാവശ്യം റേറ്റ് വരുന്ന ഒരു വെറൈറ്റി ആണ്. ഇതിന്റെയൊക്കെ പ്ലാന്റ്സുകൾ നമ്മൾ ഒരുപാട് കണ്ടോ, നല്ല ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി ആണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഡ്രീം ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും ഇതൊക്കെ കളക്ട് ചെയ്യാന്നുള്ളത്. ആന്തൂറിയത്തിന്റെ വെറൈറ്റി ആണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റി. ഇതൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കാൻ പറ്റുന്ന ആന്തൂറിയം പ്ലാന്റ്, സിൽവർ ലീഫിൽ വരുന്ന ഒരു വെറൈറ്റി. നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. ഇതുപോലുള്ള ആന്തൂറിയത്തിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ഉണ്ട്. നമ്മുടെ കലാത്തിയിലെ രാജാവാണ് കേട്ടോ ക്രിംസൺ. ഈ പേര് പോലെ തന്നെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇതിന്റെ കളറാണ് കേട്ടോ ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ.
ഈ ഒരു കളറിൽ ഒരു പ്ലാന്റ് ഒക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയിൽ അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറാണ്. ഇതിൻ്റെയൊക്കെ ആവശ്യക്കാർ എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ അറിയില്ല. നമ്മളിതൊക്കെ എന്തോരാണ് ആളുകൾക്ക് അയച്ചു കൊടുത്തിട്ടുള്ളതെന്നൊക്കെ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കലാത്തിയ ക്രിംസൺ വരുന്നത്. ഈ പറഞ്ഞ പോലെ പോട്ടി മിക്സ് ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അഗ്ലോണിമ പോലെയല്ല, ഇതിനൊക്കെ നന്നായിട്ട് നനവ് വേണം, നല്ല ഈർപ്പം നിൽക്കുന്ന പോട്ടി മിക്സ് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ക്വാളിറ്റി നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോട്ടെ. കണ്ട റൂട്ടുകളോ. അപ്പം ഇത് നമ്മൾ അയക്കുമ്പോൾ ഈ ചില ആളുകളുണ്ട് ഈ ഇതൊക്കെ മൊത്തം അഴിച്ച് കളഞ്ഞ് അങ്ങനെയൊക്കെയല്ലേ. നമ്മൾ അങ്ങനെയല്ല, ഇതോടുകൂടി തന്നെ റാപ്പ് ചെയ്താണ് വിടുന്നത്, ലീഫുകളൊക്കെ ഡാമേജ് ആകാതെ. അപ്പോൾ നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ ഇത്രയും ഫ്രഷ്നെസ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒരു പോളിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിരുന്നാൽ മതി. അത്രയും ഭംഗിയുള്ള വെറൈറ്റി കലാത്തിയ പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്യുന്നവരുടെ കയ്യിൽ എന്തായാലും ഈ ഒരു വെറൈറ്റി മസ്റ്റായിട്ട് വേണമെന്ന് ഞാൻ പറയുന്ന ഒരു വെറൈറ്റിയാണ്. അത്രയും ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. ഇപ്പോൾ ഈ ഒരു സ്റ്റാൻഡിൽ നോക്കിയാൽ തന്നെ ആദ്യം നമ്മുടെ കണ്ണു പോകുന്നത് ഈ ഒരു കളറിലേക്കാണ് അല്ലേ. അതാണ് ഗ്രീനും. ഇതൊക്കെ എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റികളാണ്. എന്നിരുന്നാലും ഫസ്റ്റ് ഒരു അട്രാക്ഷൻ വരിക എന്ന് പറയുന്നത് ആ ഒരു വെറൈറ്റിയിലേക്കാണ്. ഹാപ്പിയാണ് പിന്നില്ലേ, തീർച്ചയായിട്ടും. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് വരുമാനം മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വരുമാനം ഇല്ലാതെ നമുക്ക് പറ്റില്ലല്ലോ. പക്ഷെ ഇതിന്റെ പുറകിൽ വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പം കണ്ടില്ല, ഇതിപ്പോ നമ്മുടെ വീടിനകത്തുള്ള നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മക്കളുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ എൻ്റെ ഒരു പാഷൻ, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഹാപ്പിയാണ്. മറ്റുള്ള കാര്യങ്ങളിലൊന്നും നമുക്ക് വേറെ ചിന്തയും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു ജോലിയൊന്നും വേണ്ടെന്നൊക്കെ തീരുമാനിച്ചതിന്റെ കാര്യം എന്താ? ഒരു MBA കാര്യമായതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. മെയിനായിട്ട് ഇത് തന്നെയാണ്. ഇത് നമ്മുടെ ഇഷ്ടമുള്ള സംഭവമാണ്. അതുപോലെ തന്നെ മക്കൾ 3 കുട്ടികളാണല്ലോ. അപ്പൊ അവരുടെ കൂടെ നിന്ന് എന്റെ ഹസ്ബൻഡിന്റെ ഒരു തീരുമാനം അതായിരുന്നു. മക്കളുടെ കാര്യത്തിൽ എന്തായാലും ഒരു കോംപ്രമൈസ് വേണ്ട. ഞങ്ങൾ രണ്ടുപേരും, ഹസ്ബൻഡ് എപ്പോഴും ഇവിടെ ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ ഞാനും കൂടി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പക്ഷെ മക്കളുടെ പഠനവും എല്ലാത്തിലും നമ്മൾ കൂടെ നിന്ന് വളർത്തുന്ന ഒരു പ്രത്യേകതയുണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ പറ്റുന്ന പണിയാണ് ഇതെന്നാണോ? അതെ, തീർച്ചയായിട്ടും. ഏതൊരു വീട്ടമ്മയ്ക്കും അല്ലെങ്കിൽ പുറത്തൊന്നും പോയി ജോലി, ഒത്തിരി ആളുകളുണ്ട് നമ്മുടെ ഈ പ്ലാന്റ്സുകളൊക്കെ ഇങ്ങനെ ഹോൾസെയിൽ ആയിട്ടൊക്കെ എടുത്ത് വീട്ടിലിരുന്ന് സെയിൽ ചെയ്യുന്നവരൊക്കെ. പക്ഷേ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയ, നമുക്കൊരു ഇച്ചിരി മിടുക്ക് അല്ലെങ്കിൽ ഒരു ഫോൺ എന്നൊക്കെ ഒന്ന് കൈകാര്യം സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കാൻ പറ്റുമെന്നുള്ളവരൊക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു ഫീൽഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ അതുപോലെ ചെയ്യുന്ന ഒരാളാണ്. എനിക്കത് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്. അല്ലെങ്കിൽ വെറും ഒരു വീട്ടമ്മയായിട്ട് മക്കളുടെ കാര്യമൊക്കെ നോക്കി ചുമ്മാ ഇരുന്ന് പോകേണ്ട ഒരാളായിരുന്നു ഞാനും. എൻ്റെ ഒരു പാഷൻ്റെ പുറകെ നിന്നു. അതിൻ്റെതായ രീതിയിൽ വർക്ക് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ പുറത്തൊന്നും അങ്ങനെ പോകേണ്ട കാര്യങ്ങളില്ല. മക്കൾ സ്കൂളിൽ പോയാലും അവരുടെ കാര്യങ്ങൾ നോക്കാം. തിരിച്ച് വീട്ടിൽ വരുമ്പോഴും നമുക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാം. അന്ന് അത്യാവശ്യം എൻ്റെ സെയിലും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. കൊറിയറുകളും അത്യാവശ്യം ക്യാഷും കിട്ടുന്നുണ്ട്. നമ്മൾ ഹാപ്പിയാണ്. അപ്പം ഇതാണ് നമ്മുടെ, ഞാൻ പറഞ്ഞില്ലേ ചെറിയ ബേബി പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ടെന്ന്. വളരെ ചെറിയ പ്ലാന്റുകളാണ്. പക്ഷേ ഇത് വലിയ പ്ലാന്റ്സിനൊക്കെ ഇതിൻ്റെ ഓറഞ്ച് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു നല്ല ടോപ്പ് റെയറിലുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിന് അത്യാവശ്യം നല്ല മാർക്കറ്റ് റേറ്റ് ആണ്. എല്ലാവർക്കും മേടിക്കാൻ പറ്റില്ല അത്ര. പക്ഷേ ഈ ചെടികളോട് ഇഷ്ടമുള്ളവരാരും വളർത്താതിരിക്കേണ്ട. അതിൻ്റെ ഏറ്റവും ചെറിയ സ്മോൾ പ്ലാന്റ് 150 രൂപയ്ക്കൊക്കെ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. അതുപോലെ നല്ല പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ചെടികൾ ഇഷ്ടമുള്ളവരാരും മേടിക്കാതിരിക്കേണ്ട എന്നുള്ളൊരു പോളിസി നമ്മൾ. അതെ, നമ്മുടെ ഏകദേശം ഒരു 60-50 വെറൈറ്റിയോളം സീഡ്ലിംഗ് പ്ലാന്റുകൾ. അതും നല്ല റെയർ വരും. നമ്മുടെ കോമൺ കാണുന്ന ചെടികളോ അങ്ങനെയുള്ള ചെടികളൊന്നും അല്ല. ഇതൊക്കെ നമ്മൾ സെൻസ്റ്റാർ എന്നൊക്കെ പറയുന്ന ചെറിയ പ്ലാന്റുകളാണെങ്കിലും കണ്ടോ എല്ലാം നല്ല ഹെൽത്തിയാണ്. റൂട്ടൊക്കെ നല്ല ഇതായിട്ട് വന്നു. പക്ഷേ ഈ ഒരു പ്ലാന്റ് മേടിക്കുന്നവരൊരു കാര്യം ശ്രദ്ധിക്കണം. ഇതിന് വലിയ പോട്ടി മിക്സും കാര്യങ്ങളും ഒന്നും കൊടുക്കല്ലേ. ഈ ഒരു നെറ്റ് പോട്ടോടുകൂടി തന്നെ വേണം നിങ്ങൾ നട്ട് വെക്കാനായിട്ട്. വെറുതെ ചകിരിച്ചോറും പെർലൈറ്റും മാത്രം മിക്സ് ആക്കിയിട്ട് ഒരു 3 ഇഞ്ച് സൈസൊക്കെ വരുന്നൊരു പോട്ടി മാത്രമേ ഒരു പ്ലാന്റ് നട്ട് വെച്ചാൽ മതിയേ. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 മാസം കൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ വലിയ 800 രൂപയ്ക്കും 1000 രൂപയ്ക്കൊക്കെ മേടിക്കുന്ന പ്ലാന്റുകളാക്കി നമുക്ക് ഇതിനെ ഇതൊക്കെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. 120 രൂപ ഇതിന് വരുന്നുള്ളൂ. ഇതൊക്കെ പുതിയത്. ഇതിൻ്റെ മദർ പ്ലാന്റ്സ് ഒന്നും മാർക്കറ്റിൽ അങ്ങനെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഖാൻസ എന്ന് പറഞ്ഞൊരു ടോപ്പ് റെയർ ആയിട്ടുള്ള വെറൈറ്റികളാണ്. ഇതിൻ്റെയൊക്കെ ആവശ്യം പോലെ സ്റ്റോക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. 150 രൂപയാണ് ഇതിനൊക്കെ വരുന്നത്. അതുപോലെ ഇത് ലെഗസിയുടെ പ്ലാന്റ്. ഇതൊക്കെ നല്ല ഡിമാൻഡുള്ള വെറൈറ്റികൾ. ഇതൊക്കെ വെറും ഏറ്റവും 100 രൂപ 90 രൂപയ്ക്ക് വരെയുള്ള ചെറിയ സീഡ്ലിംഗ് പ്ലാന്റുകൾ. പക്ഷെ അതിന് മദർ പ്ലാന്റ്സിനൊക്കെ 1000 രൂപയോളം വില വരുന്ന വെറൈറ്റികളുടെ ചെറിയ ചെറിയ പ്ലാന്റുകളാണ് ഇതൊക്കെ. ഇത് CC പ്ലാന്റ് ആണ്. പക്ഷേ ഈ ലോ മെയിൻ്റനൻസ് ആയിട്ട് നമുക്ക് എല്ലായിടത്തും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. അധികം കെയറിങ് ഒന്നും വേണ്ട. ഇനി വെള്ളം കൂടിയ പ്രശ്നമാണ്. ഇതിനകത്തൊരു കിഴങ്ങ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അത് ഡാമേജ് ആയി പോകും. അപ്പോൾ അത് കാരണം ഇതിനകത്തൊക്കെ 3 വെറൈറ്റികളാണുള്ളത്. ഇത് CC പ്ലാന്റിൻ്റെ നോർമൽ വെറൈറ്റി. ഇതാണ് നമ്മുടെ ബ്ലാക്ക് CC എന്ന് പറയുന്നത്. രാവൺ എന്നും ഇതിന് പേരുണ്ട്. നല്ല ബ്ലാക്ക് കളറാണ് ലീഫുകൾ വരുന്നത്. അതുപോലെ തന്നെ ഒരു ഡാർക്ക് വെറൈറ്റിയും കൂടി ഉണ്ട്. നമ്മുടെ അപ്പുറത്തെ ഇതുപോലെ തന്നെ ഷീറ്റ് നമ്മൾ അപ്പുറത്തെ സൈഡിലും കൂടി ഉണ്ട്. അപ്പോൾ അവിടെ ഇരിപ്പുണ്ട്. ഇത് പല പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇത് കളക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതിന്റെ നമ്പർ വേണമെങ്കിൽ അപ്പൊ അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ വിശ്വാസം വേണമല്ലോ.
ഇതെങ്ങനെ ശരിക്കും കിട്ടുമോ അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ഒരു സെല്ലറാണ്. ചില പൈസ ഒക്കെ മേടിച്ചിട്ട് പിന്നെ ആളുടെ വിവരം ഇല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് കിട്ടും. ഇതൊക്കെ കലാത്തിയുടെ ഒരു വെറൈറ്റി തന്നെയാണ്. ഈ അഗ്ലോണിമ പോലെ തന്നെ ലീഫ് കൊണ്ട് ഏറ്റവും ഭംഗി നൽകുന്ന ഒരു വെറൈറ്റിയാണ് കലാത്തിയകൾ. ഇത് നമ്മുടെ ആന്തൂറിയംസ്, മിനിയേച്ചർ ആന്തൂറിയാണ്. സെയിലിനുള്ളതാണ്. ഇതൊക്കെ നമുക്ക് മിനിയേച്ചർ ആന്തൂറിയംസ് ആണ്. ബുഷി പോട്ടുകളൊക്കെ തന്നെ പല റെയർ ആയിട്ടുള്ളത്. നമ്മൾ അത്ര കോമൺ വരുന്ന കളറുകളൊന്നും അധികം ഞാൻ അങ്ങനെ എടുക്കാം. പക്ഷെ അത് എല്ലായിടത്തൊന്നും കിട്ടുമല്ലോ. അധികം അധികം കിട്ടാത്ത കളറുകളൊക്കെയാണ് ഞാൻ കൂടുതലും കളക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഓരോരോ ഇത് ലാവണ്ടർ ഷെയ്ഡ്, ഇത് ഈ രണ്ട് ഫ്ലവറും തമ്മിൽ വ്യത്യാസമുണ്ട്, കളറും വ്യത്യാസമുണ്ട്. അങ്ങനെ അതെ അതെ. ഇത് ചോക്ലേറ്റ്, ഇതൊക്കെ ഭയങ്കര മെൻഗോറിയാണ് കേട്ടോ. നല്ല ലിവർ റെഡ് എന്ന് പറയും, ചോക്ലേറ്റ് കളർ എന്നൊക്കെ പറയുന്ന വെറൈറ്റിയാണ്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. നമ്മുടെ മെയിൻ ഹൈലൈറ്റും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ എന്നുള്ളത് തന്നെയാണ്. ഇതൊക്കെ കണ്ടു, ഇതൊക്കെ നല്ല ടോപ്പ് റെയർ നിൽക്കുന്ന ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ്. ഇതൊന്നും അധികം അങ്ങനെ ആരുടെയും കയ്യിൽ ഇല്ല. അതെ അതെ, നൂറിനത്തിൽപ്പെടുത്തണം. പക്ഷെ നമ്മുടെ കയ്യിൽ ഈ ഒരു സാധനം ആവശ്യം പോലെ ഉണ്ട്. ഓക്കെ, ഇതൊരു അലോക്കേഷ്യ വെറൈറ്റിയാണ്. അപ്പം കൂടുതലും ലീഫി പ്ലാന്റുകളാട്ടോ നമുക്ക് ഉള്ളത്. ഇത് അലോക്കേഷ്യയുടെ ബാമ്പിനോ എന്ന് പറഞ്ഞൊരു വെറൈറ്റി. ഇതൊക്കെ വെള്ളം വേണ്ട പ്ലാന്റുകളാണ്. അങ്ങനെ മഴത്തൊന്നും വെച്ചാലും കുഴപ്പമൊന്നുമില്ല അധികം. ഇതൊക്കെ കലാത്തിയുടെ വെറൈറ്റികളാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റികൾ നമ്മുടെ കയ്യിലുണ്ട്. അഗ്ലോണിമ അല്ലെങ്കിൽ ലീഫിന് ഏറ്റവും ഭംഗി നൽകുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനധികം ചൂടും കാര്യങ്ങളൊന്നും പാടില്ല. അപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ട്, പ്രശ്നമാവോ? ശബ്ദം ചെറിയൊരു പ്രശ്നമുണ്ട്, മഴ പെയ്യൂല. പക്ഷെ റൂഫ് ഉള്ള കാരണം നമുക്ക് കുഴപ്പമില്ല. ശബ്ദത്തിലൂടെ അറിയാൻ പറ്റും. പക്ഷെ ഈ ചെടികൾക്ക് മഴക്കാലമാണ് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ഒരു കാലം. വേനൽക്കാലത്ത് എന്ന് വെച്ചാൽ ഇത് നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം. അധികം ചൂടൊന്നും അടിക്കാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റി കുറച്ച് നമ്മൾ ഇനി ഒന്ന് ശ്രദ്ധിക്കണം. മഴക്കാലത്ത് പക്ഷെ നമുക്ക് ഇത് പുറത്തൊന്നും വെച്ചാൽ ഇത് കണ്ട് ഇതിപ്പോ ഈ ഒരു ഭാഗത്തുനിന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള വെള്ളം ഇങ്ങനെ വീഴുന്ന ഭാഗമാണിത്. ഈ ഒരു നമ്മളിത് നമ്മുടെ ഈ മേലത്തെ ഷീറ്റിന്റെ പാത്തിയാട്ടോ ഇത്. ഞാൻ ഒരുപാട് കിട്ടിയപ്പോ ഇങ്ങനെ ചുമ്മാ വെച്ച് ഇവിടെ ഈ കലാത്തിയ പ്ലാന്റ്സുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഈ കലാത്തി ഇവിടെ വെക്കാൻ തന്നെ കാരണം മഴവെള്ളം വീണ പ്രശ്നമില്ല ഇതിന്. ഇതെങ്ങനെയാണ് ഈ അഗ്ലോണിമയുടെ ലോകത്തേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഇത് നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയത് എപ്പോഴാണ്? അതൊരു വലിയ കഥയാണ്. നമ്മുടെ കോവിഡ് സമയത്ത് തുടങ്ങിയ ഒരു ഇഷ്ടമാണ്. കോവിഡ് സമയത്ത് അറിയാലോ എല്ലാവർക്കും ഗാർഡനിങ്ങും ഇതുപോലെ പ്ലാന്റ്സും അതുപോലെ കൃഷി സംഭവങ്ങളിലേക്കൊക്കെ വരുന്നത് നമ്മുടെ ഒരു കോവിഡ് ടൈമിലാണ്. വെറുതെ വീട്ടിലിരിക്കുവാണ്, എന്ത് ചെയ്യും? ആകപ്പാട് നമുക്കുള്ളത് ഈ ഫോൺ തോണ്ടൽ മാത്രമാണല്ലോ. ഇപ്പൊ ചെടികളോട് ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മൾ എപ്പോഴും കാണുന്നത് ചെടിയായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ആണ്. ആ സമയത്തൊന്നും നമ്മുടെ കയ്യിൽ ഇങ്ങനെയുള്ള ചെടികൾ വെറൈറ്റികളൊന്നും ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഇത് കണ്ട് ഇത് എങ്ങനെ സ്വന്തമാക്കാം എന്നുള്ള ഒരിത് നമുക്ക് കയറി. പിന്നെ ആദ്യമായിട്ട് ഇനി റെഡ് എമറാൾഡിന്റെ പ്ലാന്റാണ് മേടിക്കുന്നത്. അതുകൊണ്ടൊന്ന് വെച്ച് അതിനകത്തുനിന്ന് പിന്നെ തൈകളൊക്കെ വന്നു. അല്ല, ഇത് റെഡ് എമറാൾഡ് അല്ല. ഇതിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന റെഡ് ആപ്പിൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അപ്പൊ ആ സമയത്ത് അങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചു. ഇതിപ്പോ എനിക്ക് കൂടുതൽ ഇഷ്ടം എന്റെ ഹസ്ബൻഡിനാണ്. ആള് ഭയങ്കര ചെടി ഭ്രാന്തനാണ്. എനിക്ക് ചെറിയ ഭ്രാന്തനുള്ളൂ, പുള്ളിക്ക് ഭയങ്കര ഭ്രാന്താണ്. അപ്പൊ ഇതുപോലെ ആളിവിടെ സ്ഥലത്തില്ല, ആൾക്ക് വേറെ ബിസിനസ് ആണ്, ഇതായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് അല്ല. പക്ഷെ ഇതിനോടുള്ള ഇഷ്ടം കാരണം ഞാൻ ഇത് മേടിച്ച് ഇങ്ങനെയൊക്കെ വെക്കണമെന്നേ ഉള്ളൂ. ഇതിന്റെ ഫുൾ കെയറിങ്ങും കാര്യങ്ങളും ഇതിന്റെ മെയിൻ്റെനൻസും കളക്ട് ചെയ്ത് ഒരു സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നതൊക്കെ ഹസ്ബൻഡാണ്. ശരിക്കും ഇതിന്റെ മെയിൻ ഉടമസ്ഥൻ അദ്ദേഹമാണ് ഏറ്റവും ഇഷ്ടമുള്ള. തീർച്ചയായിട്ടും ആള് ഇപ്പൊ സ്ഥലത്തില്ല, അല്ലായിരുന്നെങ്കിൽ ഇപ്പം എല്ലാം ഇതിനെക്കുറിച്ച് എന്നെക്കാൾ നന്നായിട്ട് ചിലപ്പോ വിവരിച്ചതിന്. അത്ര ഇഷ്ടമാണ് ചെടികള്. അതുപോലെയൊക്കെ എല്ലാവരും ഇൻഡോറിൽ വെക്കുന്ന ഒരു വെറൈറ്റിയാണ് പീസ് ലില്ലി. കണ്ടിപ്പോ ഇതിനകത്തൊക്കെ എത്ര ഷൂട്ടാന്ന് കണ്ടില്ലേ? 1, 2, 3 ഒരു 5 to 6 ഷൂട്ട്സ് ഈ ഒരു പ്ലാന്റില് ഉണ്ട്. ഇതിപ്പോ 280 രൂപ ഒന്നും മേടിക്കുന്ന ആൾക്ക് ഒരിക്കലും ഇത് നഷ്ടമല്ല. 280 രൂപ. ഇത് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇതൊന്നും അധികം കെയറിങ്ങും വേറെ പ്രശ്നങ്ങളോ ഒന്നും വരുന്ന പ്ലാന്റ് അല്ല. ഇതിങ്ങനെ എടുക്കുക, ഇതിൽ നിന്ന് പയ്യെ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ 7 പോട്ടിൽ വെക്കണമെങ്കിൽ 7 പോട്ടിൽ വെക്കാം. ഇപ്പോൾ ഒരു പ്ലാന്റ് തന്നെ 7 പോട്ടിൽ നിർത്തി നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ എന്നെ പോലെയുള്ളവർക്ക് ഇങ്ങനെ നിറഞ്ഞു വെക്കുന്ന ഇഷ്ടമെങ്കിൽ ഇങ്ങനെയും വെക്കാം. എപ്പോഴും ഇൻഡോറിലൊക്കെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ ആഗ്രഹിക്കാം. ഇൻഡോർ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എപ്പോഴും ഔട്ട്ഡോറാണ് വരാറ്. പക്ഷെ പീസ് ലില്ലി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇൻഡോറിലും വെക്കാം. ഇൻഡോറിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ് പീസ് ലില്ലി, അതുപോലെ നമ്മുടെ ആന്തൂറിയംസ്, ആ വെറൈറ്റീസ് ഒക്കെ ഇൻഡോറിൽ നമുക്ക് ധൈര്യമായിട്ട് വെക്കാൻ പറ്റാതെ പെട്ടെന്നൊന്നും ഡാമേജ് ആയി പോയില്ല. ആ ഒരു ഇതുണ്ട്. ഇതൊക്കെ നമ്മുടെ അഗ്ലോണിമകൾ തന്നെയാണ് കേട്ടോ. അഗ്ലോണിമയുടെ ഓരോരോ വെറൈറ്റിയാണ്. ഇതാണ് സൂപ്പർ റെഡ്, കണ്ടില്ലേ? ഇതിന്റെ ഭംഗി ഇത് ഇരിക്കുന്ന സ്റ്റാൻഡിന് അട്രാക്റ്റീവ് ആക്കിയേക്കുന്ന മുഴുവൻ ഈ റെഡ് വെറൈറ്റിയാണ്. റെഡിന്റെ തന്നെ പല പല വെറൈറ്റികളാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു വെറൈറ്റി തന്നെയല്ല. സൂപ്പർ റെഡിന്റെ ബുഷി പോട്ടാണ്. ഇതിന്റെ ഇത് കണ്ടോ ഷൂട്ട്?
ഈ ഒരു കളർ ഇത് എനിക്ക് വന്നതിൽ ഭയങ്കരമായിട്ട് ഇത് വന്നൊരു ഇതാണ്. ഇതിനകത്തൊരു ഗ്രീനിൻ്റെ ഒരു സ്പോട്ട് ഇല്ല, അത്രയും റെഡ് കളറ്, നല്ല റൗണ്ട് ലീഫൊക്കെ ആയിട്ട്. ഈ അഗ്ലോണിമയുടെ നമ്മുടെ ഓരോ പേരൊക്കെ പറയുമ്പോഴേ ചില ആളുകൾ ചോദിക്കും ഇതെല്ലാം സെയിം തന്നെയല്ലേ, ഇത് റെഡ് അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഇതിനകത്ത് ഓരോ വരയും കുറിയും പച്ച വരുന്നതിലും റെഡിൻ്റെ ഇച്ചിരി കുറയുന്നതിലൊക്കെ അനുസരിച്ച് ഓരോരോ വെറൈറ്റിയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ ഇതാ ഒരു വെറൈറ്റി ആണെന്ന് പെട്ടെന്ന് അധികം പരിചയമില്ലാത്തവർക്ക് ചിലപ്പം തോന്നിക്കാം. പക്ഷെ ഇതൊരു ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ്. റോജ എന്നാണ് ഈ ഒരു വെറൈറ്റിയുടെ പേര്. അത് തന്നെ. ഇപ്പം നമ്മുടെ ഇവിടെയുള്ള വെറൈറ്റി അല്ലാട്ട് ഇത് തായ്ലൻഡിൽ നിന്ന് വരുന്ന വെറൈറ്റികളാണ്. അവരുടെ ഒരു പോട്ടി മിക്സിന് ഒരു പ്രത്യേകതയുണ്ട്, നമ്മുടെ ഇവിടുത്തെ പോലെയുള്ള പോട്ടി മിക്സ് അല്ല. ഇത് കണ്ടോ, ഈ ഒരു പ്ലാന്റ് ഈ മോസ് എന്ന് പറഞ്ഞൊരു മീഡിയത്തിലാണ് വന്നേക്കുന്നത്. പക്ഷേ ഈ പ്ലാന്റ് ഈ ഒരു മീഡിയത്തിൽ വളർന്നു വന്നേക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ട് ഇതിന് കുഴപ്പമില്ല. അപ്പം നമ്മൾ ഈ മോസ് ഉൾപ്പെടെ തന്നെയാണ് ഐസൊക്കെ കൊടുക്കുന്നതും. മേടിക്കുന്നവരാരും ഇത് റിമൂവ് ചെയ്ത് കളഞ്ഞ് നടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ ഇറക്കി വെച്ച് നിങ്ങളുടെ പോട്ടി മിക്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റിയാണ് റോജ എന്ന് പറഞ്ഞാൽ, നല്ല ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ് ഇത്. അപ്പോൾ പെട്ടെന്ന് അതും റെഡാണ്, അതൊരു പിങ്കിഷ് റെഡാണ്, ഇത് നല്ല ബ്ലഡ് റെഡ് കളറാണ്. ഇത് വീനസ് റെഡ്. അതെ, പക്ഷെ ഇതിന്റെ ഒരു ചെറിയ ഇതിനെക്കുറിച്ച് എന്നെ കലക്കി കുടിച്ച ആളുകളുണ്ടല്ലോ, അവർക്ക് അതിന്റെ ഒരു ചുമ്മാ ഒരു ഐറ്റം കണ്ടാലും ഐറ്റം വേറെയാന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി ചെയ്തു വീനസ് റെഡ് എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ ഭയങ്കര എൻക്വയറിയാണ്. നമുക്ക് ഇതൊക്കെ എത്രയും നമ്മൾ സെയിൽ ചെയ്തേക്കണേന്നൊന്നും നമുക്ക് അറിയില്ല. അത്രയും സ്റ്റാർ ഡസ്റ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി. ഇതും റെഡ് വെറൈറ്റി ആണെങ്കിലും ഇതിനകത്ത് റെഡ് ഇങ്ങനെ ഡോട്ട് പോലെയാണ്, കണ്ടോ. മറ്റേനകത്തൊക്കെ ഇങ്ങനെ സ്പ്രെഡായിട്ട് നിൽക്കുന്നതാണെങ്കിലും ഇത് സ്റ്റാർ ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ്. ഇതിപ്പോൾ നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റി ട്രൈ കളർ ക്യാബേജ് എന്ന് പറയുമ്പോൾ ക്യാബേജിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫുകൾ നിൽക്കുന്നത്. ട്രൈ കളർ എന്ന് പറയുമ്പോൾ 3 കളറിൻ്റെ ഒരു കോമ്പിനേഷൻ ഈ ലീഫിൽ വരുന്നത്. റെഡ്, ഒരു ലൈറ്റ് പിങ്ക്, ഗ്രീൻ. അതുകൊണ്ട് ഈ പ്ലാന്റിന് ട്രൈ കളറിന് വന്നേക്കുന്നത്. ഇത് കണ്ടോ, കോബ്ര ഫേൺ എന്നാണ് ഈ ഒരു ഫേൺ വെറൈറ്റി ആണിത്. ഇതിൻ്റെ വലിപ്പം കണ്ടോ, ഭയങ്കര ഭംഗിയാണ്. ഇത് നമുക്കൊരു ഭയങ്കരമായിട്ടും ഷെയ്ഡുള്ള ഏരിയയിൽ ഡയറക്റ്റ് സൺലൈറ്റ് ഇതിന് പാടില്ല കേട്ടോ. ഇതിൻ്റെ ഈ ലീഫുകളൊക്കെ ഇവിടെ ഇങ്ങനെ ബേണായി പോകും. ഇതിൻ്റെ ഈ മടുക്കുകളൊക്കെ കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി വരുന്ന ഒരു വെറൈറ്റി. കോസ്റ്റ്ലി ആണോ? ഇച്ചിരി അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതിന്റെ ചെറിയ പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതൊക്കെ ഇതൊക്കെ ഏകദേശം 3 വർഷം പഴക്കമുള്ള പ്ലാന്റ് ആണ്. നമ്മുടെ കൈ കിട്ടിയിട്ട് 3 വർഷമായോ? അല്ല, നമ്മളിത് കുറച്ച് നാളായുള്ളൂ കളക്ട് ചെയ്തിട്ട്. പക്ഷെ അത്രയും ഏജ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അത്ര ഏജ് ആകുമ്പോൾ മാത്രമേ ഉള്ളൂ ഇതിന്റെ ലീഫുകൾക്കൊക്കെ ഇങ്ങനെ ഈ മടക്ക് ഇതുപോലെയൊക്കെ വരുന്നത്. ഇതൊക്കെ നമ്മൾ ഒത്തിരി പേർക്ക് അയച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെ, നമുക്ക് അത്യാവശ്യം നല്ല ഇത് വരുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല പ്ലാന്റ്. അത് ഷെയ്ഡായിട്ടുള്ള ഏരിയയിൽ വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെയൊക്കെ വേറെ വെറൈറ്റികളാണ്. ബാർബി റെഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി. ഇതൊക്കെ നമ്മൾ എത്രയാ സെയിൽ ചെയ്ത് നമ്മുടെ ആളുകൾ മേടിച്ചേക്കണേന്ന് നമുക്ക് തന്നെ അറിയില്ല. അത്രയും അതെ നല്ല കാശ് കിട്ടിയ പരിപാടികളാണ്. അപ്പം നമുക്ക് അത്യാവശ്യം സെയിലുണ്ട് കേട്ടോ. അത്യാവശ്യം ഓർഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓൾ ഇന്ത്യ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. മേടിച്ചവരൊക്കെ പിന്നെ മേടിക്കാറുണ്ട്. അതെ, നമുക്ക് സ്ഥിരമായിട്ടുള്ള കസ്റ്റമർ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നമ്മളിത് കൊറിയർ മാത്രമല്ല, നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ നമ്മൾ നേരിട്ട്, അപ്പോൾ ആ പോട്ടോട് കൂടി തന്നെ ആളുകൾക്ക് കിട്ടുമല്ലോ. തൃശ്ശൂർ, മലപ്പുറം, അങ്കമാലി അങ്ങോട്ടേക്കൊക്കെ നമുക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളതും ആ ഒരു സർവീസും ഉണ്ട് നമുക്ക് നിലവിൽ. അടുത്ത സെക്ഷനിലേക്കാണോ? അതെ, ഇവിടെയാണ് നമ്മുടെ അടുത്ത ലോകം. ഇത് കണ്ടത് നമ്മുടെ കലാത്തിയ. ഇപ്പൊ നമ്മളവിടെ ഇതെന്റെ മോളാ. എനിക്ക് 3 കുട്ടികളാണേ. മൂത്തയാള് മോനാണ് 10ൽ പഠിക്കുന്നത്. മോന് ക്ലാസ് ഉണ്ട്. ഇളയ ആൾക്ക് മദ്രസ പരീക്ഷയായിട്ട് പോയേക്കുവാണ്. 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇത് ഏറ്റവും ഇളയ ആള് ഞങ്ങളുടെ കൊഞ്ചിക്കുട്ടിയാണ്, 3ൽ പഠിക്കുന്നത്. ഇയാളെ എന്റെ ഫുൾ സപ്പോർട്ട്. ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ നമ്മുടെ കലാത്തിയുടെ വെറൈറ്റികളാണ്. ഇപ്പൊ നമ്മളവിടെ കണ്ടതിന്റെ തന്നെ വേറെ വെറൈറ്റികളാണ്. ഓർബിഫോളിയ എന്ന് പറഞ്ഞൊരു വെറൈറ്റി. ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള ഇത്രയും തിക്കായിട്ടുള്ള പ്ലാന്റുകൾ കിട്ടുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. പ്ലാന്റ്സുകൾ നമുക്ക് എല്ലായിടത്തുനിന്നും കിട്ടും. ചെറിയ പ്ലാന്റുകൾ കിട്ടും, അങ്ങനെയൊക്കെ കിട്ടും. പക്ഷെ ഇത് ഇത്രയും ഫ്രഷ് ആയിട്ട് ഇതുപോലെ തിങ്ങി നിൽക്കുന്ന പ്ലാന്റുകൾ കിട്ടുന്ന ഇച്ചിരി പാടാണ്. അതിലിത് കാശ് കൊടുത്ത് മേടിക്കുന്ന ഒരാൾക്ക് ഒരു ഇതുണ്ട്. ഇത് നമ്മൾ അത്ര സേഫ് ആയിട്ട് കൈ കിട്ടുമ്പോഴല്ലേ അതിനൊരു ഇതുള്ളൂ. നമ്മൾ പാക്കിങ് പക്കായാണ്, ഫുൾ ഗ്യാരണ്ടിയാണ്.